അല്ലിക്കുട്ടാ വാ നമുക്ക് വീഡിയോ എടുക്കാം. വാ അമ്മച്ചിയുടെ അടുത്ത് വന്നിരുന്നേ. അങ്ങോട്ട് നോക്കിയിരുന്നേ. കണ്ടോ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്കിനും അല്ലുകൊണ്ട് ഓടി വന്നിരിക്കുക കേട്ടോ. അല്ലുകൊണ്ടൊക്കെ ഒരു കാര്യം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങള് രാത്രിയിൽ ഇരുട്ടത്തൂടെയൊക്കെ തോർത്തുമൊക്കെ തലയിലിട്ട് അല്ലുകുട്ടിനെ കൊടയൊക്കെ ചൂടി നടക്കുന്ന കണ്ടപ്പോ എല്ലാരും ചോദിച്ചില്ലേ എന്നാ ഞങ്ങൾ എവിടെ പോയതാന്നൊക്കെ, ഞങ്ങള് കള്ളനെ പിടിക്കാൻ പോയതാന്നൊക്കെ പറഞ്ഞല്ലേ ക്യാപ്ഷനൊക്കെ ഇട്ടല്ലേ മറ്റേ ഷോർട്ട് വീഡിയോ ചെയ്തത്. എന്നാന്നറിയാ സംഭവം, ഞങ്ങള് രാത്രിയില് വാതിലെല്ലാം അടച്ചകത്തിരിക്കുവായിരുന്നു. കുറച്ചും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പൊ അല്ലുക്കുട്ടൻ കിടന്ന് ഭയങ്കര കൊര അകത്ത് കിടന്നുകൊണ്ട് ഞങ്ങളെ വന്ന് വിളിക്കും. പിന്നെ അവൻ വാതിലിന്റെ അടുത്ത് പോയിരിക്കും. പിന്നെ ഞങ്ങളെ വന്ന് വിളിക്കും. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ കൂടെ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ഇവൻ ഞങ്ങളെ വന്ന് വിളിക്കുക. കുറെ പ്രാവശ്യമായപ്പോഴത്തേക്കും ഞങ്ങൾ ഓർത്ത് എന്നായിരിക്കും ഇവരെന്നെ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങള് ഇറങ്ങി. അപ്പൊ കാത്തു പറഞ്ഞമ്മ വല്ല കള്ളന്മാരും വന്ന് കാണുമ്പോ നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞോണ്ട് കാത്തു കൊടയൊക്കെ എടുത്ത് അല്ലിക്കുട്ടനെ എടാ 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 ഇവിടെ വാ ഇവിടെ വാ അവൻ പോയി. ഇനി ചെന്നാലെ പിടിച്ചോണ്ട് പോട്ടെ. അല്ലിക്കുട്ടോ, അല്ലുവേ, കണ്ടോ പോയി നിക്കുന്ന നിപ്പ് കണ്ടോ? അവനെ വീഡിയോ എടുക്കാൻ വിളിച്ചിട്ട് നല്ല മിടുക്കനായിട്ട് വന്ന് നിന്ന ചെറുക്കനാ. ഇപ്പൊ പോയി നിക്കുന്ന കണ്ടോ? അവൻ അവിടെയാണ് പൂച്ചേനെയൊക്കെ കാണുന്നത്. അതിനവൻ പൂച്ചയെ നോക്കാൻ പോയതാന്ന് തോന്നുന്നു. അവൻ ഇനി ഞങ്ങൾക്കിട്ട് നോക്കുക ഞങ്ങൾ പുറകെ ഉണ്ടോന്നുള്ളതാ. ഇത് അശ്വതി ചേച്ചിനെ നോക്കുന്ന സ്ഥലമായത്. അശ്വതി ചേച്ചി അവിടെ നിന്ന് അല്ലുക്കുട്ടനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ ഇവിടെയും വന്ന് നോക്കും അശ്വതി എവിടെ ഉണ്ടോന്ന്. ഈ നോട്ടം കഴിഞ്ഞ് പോവുക. ഇനി അവൻ ഓടി പോകാനായിട്ടുള്ള പ്ലാനാ. അല്ലുക്കുട്ടൻ ദേ ഓടി ചെന്നാ ചപ്പിനകത്തെല്ലാം ചെന്ന് കയറുക കേട്ടോ. ഇനി അവനെ ചെന്ന് പിടിച്ചോണ്ട് വരട്ടെ. ഒന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ഓർത്ത് നോക്കി എന്തെല്ലാം ബുദ്ധിമുട്ടാ. അല്ലുക്കുട്ടന്റെ പുറകെ നടന്ന് വേണം. വലിയ VIP ആയിപ്പം. അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഇനി അവനെ ഞങ്ങൾ ഇങ്ങനെ ചെന്ന് തൊഴുത് എന്ന് പിടിച്ചോണ്ടൊക്കെ വരണം. അല്ലുക്കുട്ടനെ ഇച്ചിച്ച് കൊള്ളാൻ പോയതായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കള്ളന്മാരെ പിടിക്കാനായിട്ട് ഞങ്ങൾ പോയത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവൻ ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് ഞങ്ങള് എന്നാ നോക്കാൻ വേണ്ടി പോയതാ. പോയപ്പോ ഞങ്ങൾ വാതിൽ തുറന്നപ്പോ ഇവൻ ഭയങ്കര സ്പീഡിൽ ഇറങ്ങി പോവാ അങ്ങാണ്ടോട്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ എന്നെ വലിച്ചോണ്ടേ ഇവൻ പോണത്. അപ്പൊ അതിനനുസരിച്ച് കാത്തും കുട പിടിച്ച് നടക്കുക. ഞങ്ങൾക്കത് ചിരിയും വരുന്നുണ്ട്. അത് ഞങ്ങളുടെ നടപ്പും ചിരിയും കണ്ടപ്പോ അല്ലുക്കുട്ടന് ഒരു ഇത് തോന്നിയത്. അവര് ഓർത്ത് കാണും ഇവർക്ക് എന്നാത്തിന്റെ വട്ടാണ്. ഇവൻ പറഞ്ഞപ്പോഴേ അതാ ഞാൻ തിരിച്ചു വന്നപ്പോ പറയുന്നത്, എടി ഇവന് വട്ടാടി, ഇവൻ നമ്മളെ ചുമ്മാ വിളിച്ചോണ്ട് പോയതാന്ന് പറയുമായിരുന്നു അതിനകത്ത്. അല്ലുക്കുട്ടൻ പിന്നെയും പോയേ. അവൻ ഇന്ന് മുഴുവൻ ഓട്ടാകട്ടോ. വീഡിയോ എടുക്കാൻ വിളിച്ചിട്ട് ഇന്ന് അവന് ഓട്ടം തന്നെയാ. അല്ലാത്തപ്പോഴെല്ലാം അവൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നവനാ. ഇന്ന് വീഡിയോ എടുക്കാൻ വിളിച്ചിട്ട് അവന്റെ ഓട്ടം കണ്ടോ. അവൻ അവിടെ ഒരു പക്ഷിയെ കണ്ട, അതാ ഇപ്പൊ അങ്ങോട്ട് ഓടിയത്. ഇനി അവൻ അതിന്റെ പുറകെ പോണം. ഇനി ഞങ്ങളെങ്ങാനും എന്നാ പിടിച്ചോണ്ട് വരാതോർത്ത് ചെന്നെന്നാ അവൻ വീണ്ടും ഓടും. അപ്പുറത്തെ പറമ്പിലേക്ക് അവൻ പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ കിട്ടാൻ ഇച്ചിരി പാടാ. അവൻ അതിലെല്ലാം ഞങ്ങളെ ഇട്ട് ഓടിക്കും. അപ്പൊ എന്തായാലും അവിടെ നിപ്പുണ്ട്. ഇനി ഞങ്ങൾ ചെല്ലുന്നെന്ന് കാണുമ്പോൾ അവൻ വിട്ടുപോകും. ഞാൻ വെറുതെ ഒരു വടിയെടുത്ത് അവനെ ഒന്ന് പേടിപ്പിക്കാന്നോർത്ത് അവൻ വന്ന് നോക്കുന്നത് കണ്ടോ. ഇനി അവൻ വിട്ടു പോവുകയാണേ. ഇനി അവനെ പിടിച്ചെടുക്കാൻ ഭയങ്കര പാടാ. ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് പിടിച്ചോണ്ട് വരട്ടെ കേട്ടോ. പാറു ചേച്ചി അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവനെ അല്ലുക്കുട്ടനെ പിടിച്ചോണ്ട് വരുന്നുണ്ട് കണ്ടോ. അവന് ഈ പറമ്പിലോട്ടാണ് ഓടി പോകുന്നത്. പാറു ചേച്ചി വരുന്ന കണ്ടോ. ഇതിലെയാണ് ഞങ്ങൾ അല്ലുക്കുട്ടനെ തെരഞ്ഞു നടക്കുന്ന സ്ഥലങ്ങള് കണ്ടോ. അവൻ ഞങ്ങളെ ഇട്ട് വട്ടം ചുറ്റിക്കും അതിലെല്ലാം. ചേച്ചിയാണെങ്കിൽ ഓടിച്ചെന്ന് പിടിച്ചോണ്ട് വന്നതാ കണ്ടോ. വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോഴത്തേക്കിന് നല്ല മിടുക്കനായിട്ട് വന്നിരുന്ന ചെറുക്കനാ. വീഡിയോ എടുക്കാനായിട്ട് വിളിച്ചപ്പോ നല്ല മിടുക്കനായിട്ട് വന്നിരുന്ന ചെറുക്കനാ. ഇപ്പത്തെ അവൻ പോയ പോക്ക് കണ്ടോ. ഇതാണ് ഇവന്റെ കളികളൊക്കെ. പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല ഇന്ന് പറയാനായിട്ട്. പിന്നെ രാത്രിയിൽ തോർത്ത് വിട്ടു പോയ കഥ പറയാനായിട്ടാണ് വന്നത്. ഒത്തിരി പേര് കമന്റ് ചോദിച്ചല്ലോ എവിടെ പോയതാന്ന്. പിന്നെ എല്ലാവരോടും കൂടി ഒത്തിരി വിശദീകരിക്കേണ്ടതെന്ന് ഓർത്താ പിന്നെ അന്നേരം ഞാൻ പറയാഞ്ഞത് കേട്ടോ. അപ്പൊ പിന്നെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇവരിൽ ആരാ മൂത്തതെന്ന്. പാറു ആണോ കാത്തു ആണോ മൂത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. പാറു ചേച്ചിയാണോ മൂത്തത്, കാത്തു ഇളയതാണ്. അപ്പൊ പാറു ഏതാന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. എന്നോട് ആരാ മൂത്തതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ് പാറുവാന്ന് പറഞ്ഞ്. അപ്പൊ ചോദിച്ച ആരാ പാറുന്ന്. പാറു ഇപ്പം അല്ലുക്കുട്ടനെ എടുത്തോണ്ട് വന്നില്ലേ, പറമ്പിൽ നിന്ന് എടുത്തോണ്ട് വന്നില്ലേ, അവളാ പാറു കേട്ടോ. അവളാണ് എന്റെ മൂത്ത മകള്. പിന്നെ അച്ഛന് എവിടെയാ ജോലി എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. അച്ഛന് KSEB-യിലാണ് ജോലി. അച്ഛൻ ലൈൻമാനാണ്. ഇപ്പൊ ഏറ്റുമാനൂരാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛന്റെ പേര് റെജി എന്നാണ്. എന്റെ പേര് ധന്യ എന്നാണ്. ബാക്കി പിള്ളേരുടെ പേരൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അല്ലുക്കുട്ടനെ ഓടാനായിട്ടുള്ള മൂഡിലായിരിക്കും. അവരിപ്പോ അടങ്ങിയിരിക്കാനുള്ള ഒരു മൂഡിലല്ല. അതുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുവാണ്. നാളത്തെ വിശേഷമായിട്ട് പിന്നെ വരാം.